സാറേ നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലാനിലുള്ള ചെറിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ വളരെ നന്നായി തന്നെ വന്നിട്ടുമുണ്ട്. അപ്പം കസ്റ്റമർ ലാസ്റ്റ് വിസിറ്റ് ചെയ്തപ്പം ചില കാര്യങ്ങളെപ്പറ്റി കൺവിൻസ്ഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്ലാന് വീണ്ടും നമ്മൾ അവിടെയൊക്കെ കറക്ഷൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. അപ്പോൾ അതിന് ആ ഡിസൈൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. നമ്മുടെ പാൻട്രി കിച്ചണ്, അതേപോലെ തന്നെ മെയിൻ കിച്ചണ്. ഈ പാൻട്രി കിച്ചൻ്റെ വെസ്റ്റിൽ ഇരുന്ന് തുടങ്ങാം. പാൻട്രി കിച്ചൻ്റെ വെസ്റ്റിനകത്ത് കസ്റ്റമർ സാറ് ലാസ്റ്റ് സംസാരിച്ചപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡ്രോയർ, അതായത് ഒരു പെയർ ഡ്രോയർ വെക്കുക, എന്നിട്ട് കോർണർ യൂണിറ്റ് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് ഇങ്ങനെയായിരുന്നു നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നത്. നേരത്തെ ഇങ്ങനെ 4 ഡോറായിരുന്നു. അപ്പോൾ ഈ 2 ഡ്രോയർ കളഞ്ഞിട്ട് ഒരു കോർണർ യൂണിറ്റിൻ്റെ പകുതി ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് വന്നപ്പോൾ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ, ഈ കോർണർ യൂണിറ്റ് 35 mm, അതായത് ഇതിൻ്റെ ഡോറിനൊരു 45 സെൻറ്റിമീറ്ററിന് മുകളിൽ കൊണ്ടുപോകത്തില്ല. കാരണം കോർണർ യൂണിറ്റ് ആയതുകൊണ്ട് ഡോറ് തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു 45 ഒക്കെയാണ് മാക്സിമം എടുക്കുന്നത് ഒരു ഡോറിൻ്റെ ലെങ്ത്ത്. അപ്പം ഈ ഡ്രോയർ ഇത്രയും വലിപ്പമുള്ള ഡ്രോയർ ആവും. അത് ബലക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ 2 ഡ്രോയറായിട്ട് നിലനിർത്തുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് വന്നില്ല. അതുകൊണ്ട് നമ്മളതിനെ വീണ്ടും പഴയ പോലെ തന്നെ 4 ഡോറാക്കി. നേരത്തെ 2 അടിയുടെ ഡോറായിരുന്നു, ഇതിപ്പോൾ 1.5 അടിയുടെ ഡ്രോയറാണ്. അതായത് ഇത് 1.5 അടിയുടെ ഡ്രോയറായിട്ട് 4 ഡ്രോയർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ടാൻഡം ബോക്സ് ആണ്. എ എന്ന് പറഞ്ഞ പാർട്ട് 4 ഡ്രോയർ. അപ്പം നമുക്ക് ഈ പാൻട്രി യൂണിറ്റിനത് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനും പറ്റും. അതേപോലെ തന്നെ വളരെ സ്റ്റോറേജ് സ്പേഷ്യസും ആയിട്ടുള്ള രീതിയിലാണ്. അതായത് നമ്മുടെ ക്രോക്കറി ഐറ്റങ്ങൾ അതുമാതിരിയുള്ള എല്ലാം തന്നെ ഈ ഡ്രോയർ യൂണിറ്റിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ 1, 2, 3, 4 ഡ്രോയർ യൂണിറ്റ് ഉണ്ട്. എ പാർട്ട്, ഇത് എ ആണ് പാർട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബി പാർട്ട് ഇവിടെ നിന്ന് തുടങ്ങി എൽ ഷേപ്പിൽ കൊണ്ട് തീരുകയാണ് ബി പാർട്ട്. അതും 4 ഡ്രോയർ. അത് കഴിഞ്ഞാൽ കോർണർ യൂണിറ്റ്. അപ്പോൾ കോർണർ യൂണിറ്റിനകത്ത് വലിയ വെസൽസ് അതുമാതിരിയുള്ളതെല്ലാം നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. കോർണർ യൂണിറ്റ്. പിന്നെ ഇതാണ് ബി പാർട്ട്. ഈ എൽ ഷേപ്പിൽ നിന്നാണ് ബി പാർട്ട്. കോർണർ യൂണിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പ്യൂരിഫയറും അതേപോലെ തന്നെ 24 ഇഞ്ചിൻ്റെ ഒരു സിങ്കും ഇത് വെച്ചിട്ടുണ്ട്. 24 ഇഞ്ചിൻ്റെ സിങ്കും വെച്ചിട്ടുണ്ട്, വാട്ടർ പ്യൂരിഫയർ യൂണിറ്റും വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഡ്രോയർ. അപ്പം ഇവിടെ നമുക്ക് ആ സ്റ്റോറേജ് എന്നുള്ളത് കൊണ്ട് തന്നെ ഡ്രോയറിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെക്കുന്ന സാധനങ്ങൾ എടുക്കാനും അത് ഏതൊക്കെയാണെന്ന് നോക്കാനും എല്ലാം സൗകര്യപ്രദമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഡ്രോയറിന് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ പാൻട്രി യൂണിറ്റിനകത്ത്. അപ്പോൾ പാൻട്രി യൂണിറ്റിനകത്ത് ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡ്രോയർ, ഇവിടെ ഒരു കോർണർ യൂണിറ്റ്, അതേപോലെ തന്നെ സിങ്കിൻ്റെ താഴെ അണ്ടർ ദ സിങ്ക് വാട്ടർ പ്യൂരിഫയർ. ഓക്കെ, ഇനി നമുക്ക് മെയിൻ കിച്ചണിലോട്ട് പോകാം. ഇത് കിച്ചൺ ഈസ്റ്റ്. ഇവിടെ ഒന്നും നമ്മൾ യൂണിറ്റ്സ് നിലവിൽ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഏരിയ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ കിച്ചൺ ടു വെസ്റ്റ് സൈഡ്. ഇത് സി പാർട്ട്. ഈ സി പാർട്ടിനകത്ത് ആദ്യം നമുക്ക് ഫ്ലോർ യൂണിറ്റ്സ് നിന്ന് തുടങ്ങാം. ഫ്ലോർ യൂണിറ്റ്സിനകത്ത് നമ്മൾ നേരത്തെ സംസാരിച്ച് വെച്ച പോലെ തന്നെ ഇവിടെ ഒരു ഡ്രോയർ യൂണിറ്റ് വരുന്നുണ്ട്. ഈ ഡ്രോയർ യൂണിറ്റുകൾ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഡ്രോയറിനകത്ത് വെക്കുന്ന എല്ലാ സാധനത്തിനും ഒരു വിസിബിലിറ്റി ഉണ്ട്.
അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ അനായാസം ഇത് എടുക്കാനും വെക്കാനും സൗകര്യം കിട്ടും. മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് കാണാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇരുന്ന് വേണം ആക്സസ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്റ്റോറേജ് എന്നുള്ള കൺസെപ്റ്റ് കാരണം ഡ്രോയർ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഡബിൾ ഡോർ കോർണറി ഉണ്ട്, വീണ്ടും അതുപോലെ തന്നെ കോർണറി കൊണ്ട് വന്നു. അപ്പോൾ താഴെ നമുക്ക് മാക്സിമം സ്റ്റോറേജ് കിട്ടി. ഇവിടെ നമുക്ക് ചെറിയ ബിന്നുകൾ അതുമാതിരിയുള്ള സാധനങ്ങൾ വെക്കാം. അതേപോലെ കോർണറിൽ വലിയ ഉരുളി അതുമാതിരി നമുക്ക് വർഷത്തിൽ 1-2 പ്രാവശ്യം ഉപയോഗിക്കുന്ന അത്രയും വലിയ പാത്രങ്ങൾ വരെ അതിനകത്ത് സുഖമായിട്ട് വെക്കാനുള്ള രീതിയിൽ. ഇനി എവിടെയാണ് മെയിനായിട്ട് ഇനിയാണ് വ്യത്യാസങ്ങൾ മെയിനായിട്ട് വരുന്നത്. ഈ കിച്ചൺ 2-നകത്ത് നോർത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കസ്റ്റമറിന് റിക്വയർമെന്റ് ഈ കോർണർ യൂട്ടിലൈസേഷൻ മാജിക് കോർണർ എന്നുള്ളത് ഒരു കൺസെപ്റ്റ് താല്പര്യക്കുറവായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഏറ്റവും ഫസ്റ്റ് ഡിമാൻഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ കോർണർ ഡ്രോയർ യൂണിറ്റ് കൊണ്ടുവന്നു. കോർണർ ഡ്രോയർ കൊണ്ട് പൊതുവെ തടി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷനകത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ മെഷർമെന്റ് വെച്ച് ഇത് ഒന്ന് ഡ്രോയിങ്ങിൽ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഡ്രോയിങ്ങിൽ വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോർണർ ഡ്രോയർ യൂണിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഹെച്ച് എന്ന് പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് ഈ സിങ്കിൻ്റെ ഉണ്ട്. സിങ്ക് മുതൽ ഇങ്ങനെ ഈ കുക്കിംഗ് റേഞ്ച് വരെ വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇതിൻ്റെ താഴെ വേസ്റ്റ് ബിന്നും ഡിറ്റർജൻറ്റ് റാക്കും വെച്ചിട്ടില്ല, അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഞാനത് വെക്കാൻ വിട്ടുപോയതാണ്. അപ്പം ഇത് സിങ്കിൻ്റെ യൂണിറ്റ്. സിങ്ക് നമ്മൾ വെച്ചിരിക്കുന്നത് 33 ഇഞ്ച് 33 ഇഞ്ച് നല്ല വലിപ്പമുള്ള സിങ്കാണ് വെച്ചിരിക്കുന്നത്. മാക്സിമം വലിപ്പമുള്ള 33 ആണ് മാക്സിമം വലിപ്പം. 33 ഇഞ്ചസിൻ്റെ സിങ്കാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ കോർണർ യൂണിറ്റ്. ഈ കോർണർ യൂണിറ്റ് ഇതുപോലെ ഓരോ ഡ്രോയറും പുറത്തോട്ട് വരികയും അതേപോലെ തന്നെ നമുക്ക് അകത്തോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഈ കോർണർ യൂണിറ്റ് നമുക്ക് കട്ട്ലറികൾ അതേപോലെ തന്നെ ചെറിയ മസാല ടിന്നുകൾ ഇതുമാതിരിയുള്ളതെല്ലാം ഇതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കട്ട്ലറിക്ക് അവിടെ ഒരു മാജിക് കോർണർ എന്നുള്ള കൺസെപ്റ്റ് ഇരുന്ന് മാറി നമ്മൾ അങ്ങനെ ഈ കോർണർ ഡ്രോയർ യൂണിറ്റ് നമ്മളിവിടെ കൊണ്ടുവന്നു. അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ വേറൊരു ഡിമാൻഡായിരുന്നു 2D പുള്ളൗട്ട് വേണമെന്നുള്ളത്. അപ്പം 2D പുള്ളൗട്ടും ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഈ 2D പുള്ളൗട്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റി. 1, 2, 3, 4 ബാസ്ക്കറ്റ്സ്. ഈ 4 ബാസ്ക്കറ്റ്സിനകത്തും ഇതിനകത്ത് നമുക്ക് ഓരോ ബാസ്ക്കറ്റും 15-17 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് ഹൈറ്റ് ഉണ്ട്. അപ്പം നമുക്ക് സ്പൂണ്, ഫോർക്ക് അതുമാതിരിയുള്ള സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്യാം. ചെറിയ ഡെപ്പികളെല്ലാം സ്റ്റോക്ക് ചെയ്യാം. അവിടെ നമുക്ക് അത്രത്തോളം യൂട്ടിലൈസേഷൻ കിട്ടുന്ന രീതിയിൽ ഈ കോർണർ യൂണിറ്റ് ഡിസൈനിനകത്ത് കൊണ്ടുവന്നു. അതാണ് ഈ കോർണർ യൂണിറ്റും ഈ 2D പുള്ളൗട്ടും ആണ് കസ്റ്റമർ ഡിമാൻഡ് ചെയ്തത്. ആ ഡിമാൻഡ് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ സെക്കൻഡ് കിച്ചണിനകത്ത് അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈസ്റ്റ് സൈഡ്, ഒരു മിനിറ്റ് സാറേ,
മാജിക് കോർണർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒട്ടും താല്പര്യമില്ലെന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം. അപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞപ്പം ഈ 2D പുള്ളൗട്ടിൻ്റെ ഒരു ഡിമാൻഡും കൂടെ പറഞ്ഞ സ്ഥിതിക്കാണ് നമ്മൾ അത് ആ 2D പുള്ളൗട്ട് അവിടെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയത്. അങ്ങനെ വന്നപ്പം മാജിക് കോർണർ എടുത്ത് മാറ്റിയിട്ട് ഈ രീതിയിലുള്ള കോർണർ ഡ്രോയർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വോൾ യൂണിറ്റ്സിലോട്ട് ഞാൻ വരാം. അടുത്തത് നമ്മൾ കിച്ചൺ, ഇത് ഇനി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് 2D പുള്ളൗട്ട് ഡ്രോയർ. അത് കഴിഞ്ഞാൽ ഇവിടെ വേസ്റ്റ് ബിന്ന്, ഡിറ്റർജൻറ്റ് റാക്ക്, ഇതെല്ലാം ഉണ്ട്. കിച്ചൺ സൗത്തിനകത്ത് ഇവിടെ ഡോറ് ഷെൽഫും വരുന്ന നോർമൽ മോഡ്യൂൾസ്. അപ്പോൾ സ്റ്റോറേജ് മാക്സിമം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഓപ്പൺ ഏരിയ, കതവ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പാൻട്രി യൂണിറ്റ് ഇതേപോലെ തന്നെ ഫ്ലൂട്ടഡ് ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ നടുക്ക് പാർട്ടീഷൻസ് ഒന്നും ഇല്ലാതെ 1, 2, 3, 4 ഷെൽഫ്. അതായത് സ്പേസ് 1, 2, 3, 4, 5 30 സെൻറ്റിമീറ്ററിനടുത്തുള്ള സ്പേസ്. 31 സെൻറ്റിമീറ്റർ 32 സെൻറ്റിമീറ്ററോളം കാണും സ്പേസ്. അങ്ങനെ നമുക്കൊരു സ്റ്റോർ റൂമിൻ്റെ എല്ലാ പർപ്പസും ഇതേ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ. അതേപോലെ പോക്കറ്റ് ഡോഴ്സാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി വോൾ യൂണിറ്റ്സിനകത്ത് വന്നു കഴിയുമ്പോൾ, വോൾ യൂണിറ്റിനകത്ത് കസ്റ്റമർ പറഞ്ഞൊരു ചേഞ്ച്, ഈ സൈഡിലോട്ട്, അതായത് ഈ വെസ്റ്റ് സൈഡിലോട്ട് GTPT യൂണിറ്റ് കൊണ്ടുവരാനാണ് പറഞ്ഞത്. ഈ GTPT യൂണിറ്റ് നമ്മൾ ഇങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. GTPT യൂണിറ്റ് 2 ഫ്ലാപ്പ് ഡോർ ഉള്ള വോൾ യൂണിറ്റ്. ഈ ഫ്ലാപ്പ് ഡോർ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഷട്ടർ യൂണിറ്റ് ആയതുകൊണ്ട് ഡോർ ആണെങ്കിൽ ആ ഡോറ് തുറക്കുമ്പം ഇത് വീണ്ടും കഞ്ചഷൻ ആവും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഷട്ടർ യൂണിറ്റിനെ ഉപയോഗപ്രദമാക്കുകയും അതേ നേരം ഇതും നമുക്ക് ഒരേ സമയത്ത് ഉപയോഗിക്കുന്ന രീതിയിൽ, ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്ത്. ഇവിടെ GTPT, അപ്പം ഡിഷ് വാഷറിൽ നിന്ന് ക്ലീൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിഷ് വാഷറിൽ നിന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ പാത്രങ്ങളോ അല്ലെങ്കിൽ സിങ്കിൽ ഇരുന്ന് ക്ലീൻ ചെയ്യുന്ന പാത്രങ്ങളോ ഇതിനകത്ത് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വീണ്ടും ചെറിയ ബിന്നുകൾ വെക്കാൻ വേണ്ടി ഇവിടെയും GTPT യൂണിറ്റ് വെച്ച് കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് GTPT യൂണിറ്റ് ഇത്രയും ഡ്രോയേഴ്സ് ഉള്ള കാരണം എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെക്കാൻ വേണ്ടി 60 സെൻറ്റിമീറ്റർ വീതിയുള്ള GTPT ഉണ്ട്. 595 mm, 60 സെൻറ്റിമീറ്റർ. അപ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അതേപോലെ തന്നെ ഈ യൂണിറ്റിന് 40 സെൻറ്റിമീറ്ററോളം വരും വിഡ്ത്ത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലാപ്പ് ഡോർ അതൊക്കെ കൊണ്ട് തന്നെയാണ് ചൂസ് ചെയ്തത്. ഈ ഫ്ലാപ്പ് ഡോർ യൂണിറ്റിനകത്ത് വലിയ ഡയമീറ്റർ ഉള്ള പ്ലേറ്റും നമുക്ക് വെക്കാൻ പറ്റും. 30 സെൻറ്റിമീറ്റർ ഒക്കെ പൊതുവെ ഡെപ്ത് കാണില്ല. ഇത് 40 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. അത് 40 സെൻറ്റിമീറ്റർ എടുക്കാൻ കാരണം ഈ ഡയമീറ്റർ കൂടിയ പ്ലേറ്റുകൾ വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ എടുത്തത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് സൈഡിൽ വോൾ യൂണിറ്റ്സിനകത്തും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അത് ഫസ്റ്റ് നമ്മുടെ ചിമ്മിനിയുടെ എക്സോസ്റ്റ് പുറത്തോട്ട് പോകുന്നത് കാരണം മേളിലൊരു ഡക്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ സ്റ്റോറേജ് സ്പേസിൻ്റെ ഇതിനകത്ത് കസ്റ്റമർ ഫസ്റ്റ് ഡിമാൻഡ് ഇതുപോലെ തന്നെ ഫ്ലാപ്പ് ഡോർ വെച്ച് നമുക്ക് ചെറിയ സ്പൈസസിൻ്റെ ഒക്കെ ഇത് വെക്കാൻ ഓപ്പൺ ഷെൽഫ് അല്ലാതെ ക്ലോസ്ഡ് ഷെൽഫ്. ഓപ്പൺ ഷെൽഫ് എന്നുള്ളൊരു കൺസെപ്റ്റ് അതിനകത്ത് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോ കിച്ചണിനകത്ത് ഓക്കെയാണ്. പക്ഷെ യൂസേജ് കൂടി വന്നു കഴിയുമ്പോൾ ഇത് എപ്പോഴുമേ എടുക്കുന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് വെക്കുന്നതും അത് ക്ലോസ്ഡ് ആയിരിക്കുവാണെങ്കിൽ എപ്പോഴും ക്ലീൻ ആൻഡ് ടൈഡി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലാപ്പ് ഡോർസ് വെച്ച്, ഈ ഫ്ലാപ്പ് ഡോർ രണ്ടും മടങ്ങിയാണ് തുറങ്ങുന്നത്. അപ്പം അത് ഞാൻ അനിമേറ്റിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഫ്ലാപ്പ് ഡോർസ് 2 ഫ്ലാപ്പ് ഡോർ യൂണിറ്റ്. അപ്പോൾ ഈ ഫ്ലാപ്പ് ഡോർ യൂണിറ്റിനകത്ത് ചെറിയ കണ്ടെയ്നേഴ്സ് എല്ലാം അതിനകത്ത് സുഖമായിട്ട് കയറും. ഇതല്ലാതെ
ഇങ്ങനെ ഒരു ഇതും കൂടെ കൊണ്ടുവന്നു. ഇതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിമ്മിനിയുടെ എക്സോസ്റ്റ്, അതായത് ചിമ്മിനിയെ ഇങ്ങനെ ഒരു ഇത് വന്ന് കവർ ചെയ്യും. ചിമ്മിനിയെ നമ്മുടെ ഇങ്ങനൊരു ഇത് വന്ന് കവർ ചെയ്യും. എന്നിട്ട് ചിമ്മിനിയുടെ സൈഡിൽ 90 സെന്റിമീറ്റർ ആയതുകൊണ്ട് ചിമ്മിനിയുടെ സൈഡിൽ നമുക്ക് ഒരു സ്പേസ് കിട്ടും. ആ സ്പേസിൽ ഇങ്ങനെ ഒരു സ്റ്റോറേജും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറേജ് ഏതെങ്കിലും ഫ്ലവർ പോട്ടോ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ വരാം, അതല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി തന്നെ. അപ്പം ചെറിയ കണ്ടെയ്നേഴ്സ് ഇതിനകത്തും കൂടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പം ഇത് പ്രഥമ ദൃഷ്ടിയിൽ കാണുമ്പം ഒരു ഫുൾ ഒരു യൂണിഫോമിറ്റി കാണും. ഒരു വലിയ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ യൂണിഫോമിറ്റി കാണും. എന്നിട്ട് ഇവിടെ ഈ ഷട്ടർ യൂണിറ്റിനകത്ത് താഴെ 2 ഇതും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഡ്രോയറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കുക്കിംഗ് റേഞ്ചിന്റെ ഫ്രണ്ടിൽ നിൽക്കെ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കൈത്തുമ്പത്ത് തന്നെ കിട്ടും. 2D പുള്ളൗട്ട്, അതേപോലെ തന്നെ സ്പൈസസിന്റെ 2 ട്രേ, അല്ലെങ്കിൽ ഇവിടെ തന്നെ കട്ട്ലറിയും കുറച്ച് സ്റ്റോക്ക് ചെയ്യാം. ഇത് സ്പൈസസിന് വേണ്ടി യൂസ് ചെയ്യാം. മേളിൽ നമുക്ക് കുറച്ചും കൂടെ വലിപ്പമുള്ള ഏതെങ്കിലും സ്റ്റോറേജ് അപ്ലയൻസസോ അങ്ങനത്തെ സാധനങ്ങൾ വെക്കാം. ഇവിടെ നമുക്ക് വീണ്ടും സ്റ്റോറേജ് ഏരിയ ഉണ്ട്, ഇവിടെയും നമുക്ക് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അപ്പം മാക്സിമം സ്റ്റോറേജ് ഏരിയ കിട്ടുന്ന രീതിയിൽ, ഒറ്റ സ്ഥലത്ത് തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ആയിട്ടുള്ള കോർണർ ഡ്രോയർ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ സാറേ, ഇതാണ് ഈ വീഡിയോക്കകത്ത് നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഇതല്ലാതെ ഈ ഓരോന്നും ഇതുണ്ട്. ഈ പാർട്ട് ഹെച്ച് എന്ന് പറഞ്ഞ പാർട്ട്, ഇത് ജെ, ഒരെണ്ണം മാറിപ്പോയി തോന്നുന്നു. ഓരോ ഭാഗത്തിനും ഇത് കൊടുത്തിട്ടുണ്ട്. അത് ലേഔട്ടിനകത്ത് വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അതല്ലാതെ ഈ വീഡിയോക്കകത്ത് കാണുമ്പോഴും ഞാൻ ഓരോ പാർട്ടിൻ്റെയും ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് വെച്ച് സാറ് നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, ഡി, ഇ, പാൻട്രി, ഫ്ലോർ യൂണിറ്റ്. ഇതിന്റെ ടോട്ടൽ വരുന്നത് 4,79,000 രൂപ. ഈ 4,79 എന്തുകൊണ്ടാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ അക്സസറീസ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതെല്ലാം ടാൻഡം ബോക്സുകളാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് കൂടുതൽ സ്ട്രക്ചർ സ്ട്രെങ്തനിങ് ഉണ്ട്. കാരണം പലതിനും നടുക്ക് സപ്പോർട്ട് ഇല്ലാത്ത കാരണം ഈ പ്രൊഫൈൽസ് അല്ലെങ്കിൽ സെക്ഷനുകൾ കൂടുതൽ ആവശ്യം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഷീറ്റുകൾ ഡബിൾ സൈഡ് ചിലതിനകത്തൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഇതിനകത്ത് മെറ്റീരിയലിന്റെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതേപോലെ അക്സസറീസ് പിന്നെ എല്ലാം എസെൻഷ്യൽ ആയിട്ടുള്ള അക്സസറീസ് ഉള്ളു. അനാവശ്യമായിട്ടുള്ള അക്സസറീസ് ഒന്നും തന്നെ നമ്മൾ കൊണ്ടുപോയിട്ടില്ല. പറ്റുന്ന അത്രയും ഈ ബ്ലൈൻഡ് കോർണർ അതുമാതിരിയുള്ള സാധനങ്ങളെല്ലാം മാറ്റി. അങ്ങനെ മൊത്തം 201 സ്ക്വയർ ഫീറ്റ്. 201 സ്ക്വയർ ഫീറ്റിനകത്ത് ലേബർ മാത്രം 600. ഇത് മെറ്റീരിയൽ PVC ഷീറ്റ്, സെക്ഷൻ ഷീറ്റ്, ഹിഞ്ചസ് അതുമാതിരിയുള്ള സാധനങ്ങളെല്ലാം. അക്സസറീസ് എന്ന് പറയുന്നത് ടാൻഡം ബോക്സ് അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ അക്സസറീസ് എന്ന് വയ്ക്കുന്നത്. അങ്ങനെ മൊത്തം 4,79,368, 4,79,000 വരും. സാറ് ടോക്കൺ അഡ്വാൻസ് ആയിട്ട് 15,000 തരിക. നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ഫുൾ ഫിനിഷ്ഡായി ഇറങ്ങാൻ ടോട്ടൽ ഡേയ്സ് ഒറ്റ സ്ട്രെച്ചിലായിരിക്കത്തില്ല നമ്മളത് ചെയ്യുന്നത്. കാരണം ഗ്രാനൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് പാർട്ട് ചെയ്യണം. അപ്പം നമുക്കൊരു 20 ദിവസം മുതൽ 25 ദിവസം വരെ ആവശ്യമുണ്ട്. നമുക്ക് മെയ് 1 അല്ലെങ്കിൽ ഏപ്രിൽ ഒരു 28-ാം തീയതിയോടെ തുടങ്ങിയാൽ കറക്റ്റ് ആയിരിക്കും. ഓൾറെഡി ഇപ്പോൾ സൈറ്റ് അതിനൊക്കെ സ്യൂട്ടബിൾ ആണ്. നമുക്ക് ഒരു ലെയർ സിമെന്റ് പ്രൈമർ അടിച്ചിട്ട് വേണം. കാരണം അവിടെ പുട്ടി വെച്ചുള്ള ഇതായതുകൊണ്ട് നമ്മൾ അതിന്റെ മേളിൽ പിന്നെ ഒരു പ്ലാസ്റ്ററിങ് അതിന്റെ ആവശ്യമില്ലായിരുന്നു. അതിപ്പോൾ ചെയ്ത സ്ഥിതിക്ക് അതിന്റെ മേളിൽ ഒരു സിമെന്റ് പ്രൈമറും കൂടെ അടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. സാർ എനിക്ക് ടോക്കൺ അഡ്വാൻസ് ആയിട്ട് ഒരു 15,000 തരിക. അതേപോലെ തന്നെ വേറെ പ്ലാനിനകത്തൊന്നും മാറ്റമില്ലെങ്കിൽ സാർ എനിക്ക് ടോക്കൺ അഡ്വാൻസ് അക്കൗണ്ടിൽ അയച്ചു തന്നാൽ മതി. ഈ 2,80,000 രൂപ നമ്മൾ മെറ്റീരിയൽ എല്ലാം ഇറക്കാൻ വേണ്ടി. അപ്പം ഇപ്പം ഏപ്രിൽ 28-ാം തീയതി എന്ന് പറയുമ്പോൾ സാറ് ഒരു ഏപ്രിൽ 25-ഓടെയോ
എനിക്ക് ഈ പേയ്മെന്റ് തന്നാൽ ഞാൻ അതിന്റെ പ്രോഡക്റ്റ് മെറ്റീരിയൽസ് എല്ലാം സൈറ്റ് ഇറക്കും. ഇതെങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ സാറിന് സൈറ്റിൽ തന്നെ വെച്ച് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ്. കാരണം അവിടെ ഇപ്പൊ സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് പേയ്മെന്റ് 80,000 എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും സെക്ഷൻ അടിച്ച് ഇതെല്ലാം ഭിത്തിയിൽ ഹാങ് ചെയ്ത് ഈ ഷട്ടർ പിടിപ്പിക്കുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ ഡോറുകൾ പിടിപ്പിക്കുന്നതിന് മുമ്പുള്ള പ്രക്രിയകളെല്ലാം ചെയ്തു തീർക്കും. അത് കഴിഞ്ഞ് ഡ്രോറും ചെയ്തു വെക്കും, പിടിപ്പിക്കത്തില്ല. കാരണം ഈ ഗ്രാനൈറ്റ് ഇടുമ്പം സിങ്ക്, ഹോബ് സിങ്ക് ഇതിനുവേണ്ടി എല്ലാം കട്ടിയെല്ലാം പൊടിയും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡോറും കാര്യങ്ങളിലോട്ട് വരുന്നത്. അപ്പം ആ ഗ്രാനൈറ്റ് ഇടുന്നതിന് മുമ്പ് സാറ് 80,000 രൂപ തരിക. അതായത് മെറ്റീരിയൽ ആദ്യം ഇറക്കാൻ വേണ്ടി 2,80,000 രൂപ. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം വരും, ഈ ആക്സസറീസ് എല്ലാ സാധനവും ഇറക്കണം. അപ്പം അതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പിവോട്ട് ടേബിൾ ഇതിനകത്ത് സാറ് നോക്കിയാൽ കാണാം. നമുക്ക് PVC ഷീറ്റ് 806 ഏതാണ്ട് 30 ഷീറ്റോളം വരുന്നുണ്ട്. അതേപോലെ തന്നെ സെക്ഷന് ഒന്നേകാല് സെക്ഷൻ തന്നെ ഏകദേശം ഒരു 100 സെക്ഷൻ. അത് 100 എന്ന് പറയുമ്പോൾ ഒരു 80 സെക്ഷൻ്റെ അടുത്ത് വരും. മറ്റത് നമുക്ക് ഇൻസൈഡ് എന്നും പറഞ്ഞ വേറൊരു സെക്ഷൻ കൂടെ വരുന്നുണ്ട്. അങ്ങനെ മെറ്റീരിയൽ ഇറക്കാൻ വേണ്ടിയാണ് ആ ഒരു പേയ്മെന്റ് വരുന്നത്. ഇത് നമ്മൾ ആ മെറ്റീരിയൽ ഇറക്കി ഗ്രാനൈറ്റ് ഇടുന്നതിന് മുമ്പുള്ള ആ പാർട്ട് തീർന്നു കഴിയുമ്പോൾ 80,000 രൂപയും. അത് കഴിഞ്ഞ് നമ്മൾ ആ ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 7 ദിവസം മുതൽ 10 ദിവസത്തിനകത്ത് ബാക്കി സെക്കൻഡ് പാർട്ടും കൂടെ ചെയ്ത് നമ്മൾ തീർക്കും. അപ്പം അത് കഴിഞ്ഞാണ് സാർ ഈ ഫൈനൽ പേയ്മെന്റും കൂടെ തരിക. ഇതല്ലാതെ ഇതിനൊരു എഗ്രിമെന്റ് പേപ്പറും ലേഔട്ടും എല്ലാം ഉണ്ട്. ഞാൻ അതിലോട്ട് പോകുന്ന മുമ്പ് ഞാൻ ഈ മെയിനായിട്ട് നമ്മുടെ ഡിസൈനകത്ത് ഈ ഭാഗത്തൊക്കെ ഉള്ള കറക്ഷൻസ്, കാരണം ലാസ്റ്റ് വിസിറ്റിനകത്ത് കസ്റ്റമർ മാജിക് കോർണർ തീർത്തും ഒരു താല്പര്യക്കുറവായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ കസ്റ്റമറിന് അത്രയും ഡിമാൻഡ് ചെയ്യുമ്പം ഈ ബ്ലൈൻഡ് കോർണർ അല്ലെങ്കിൽ കോർണർ ഡ്രോയർ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് നോക്കിയത്. ആ കോർണർ ഡോർ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാൻ പറ്റി. കാരണം ഇതിനകത്ത് ഇത് നമുക്ക് തടി ചെയ്യുന്ന പോലെ എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് മറ്റേതുപോലെ കിച്ചൺ ടു നോർത്ത് ഞാൻ എന്നാ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്ട്രക്ചർ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് സാറിന് ജസ്റ്റ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ പോകുന്നത്. വളരെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ അത് നിൽക്കും. അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തത്. അത് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനും കൂടെ പറ്റണം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്തെടുക്കാൻ വരയ്ക്കുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ പാടാം. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. അത് എന്നിട്ട് അതിന് കറക്റ്റ് ബലത്തിൽ നിൽക്കുമോ എന്നുള്ളത് നോക്കിയിട്ട് അതും ഉറപ്പ് വരുത്തിയിട്ടുണ്ട്.
ഓക്കെ സാറേ, താങ്ക് യു.